499 രൂപയ്ക്ക് 10 റെക്സ് ബിഗോണിയ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടെ വാങ്ങാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മനോഹരമായ നിറപ്പകിട്ടാർന്ന ഇലകൾ കൊണ്ട് പ്രശസ്തമായ ഒരു അലങ്കാര സസ്യം തന്നെയാണ് റെക്സ് ബിഗോണിയ. റെക്സ് ബിഗോണിയയുടെ പൂക്കളേക്കാൾ ഭംഗി ഇവയുടെ ഇലകൾക്കാണ്. ബിഗോണിയേസി ഫാമിലിയിൽപ്പെട്ട ഈ ഒരു പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം വരുന്നത് ബിഗോണിയ റെക്സ് എന്നാണ്. റെക്സ് ബിഗോണിയ എന്ന പേരിൽ മാത്രമല്ല കിങ് ബിഗോണിയ, പെയിന്റഡ് ലീഫ് ബിഗോണിയ, ഫാൻസി ലീഫ് ബിഗോണിയ എന്നീ പേരിലെല്ലാം ഈ ഒരു ബിഗോണിയ വെറൈറ്റി അറിയപ്പെടുന്നുണ്ട്. റെക്സ് ബിഗോണിയയുടെ പ്രൊപ്പഗേഷൻ വരുന്നത് തണ്ടിൽ നിന്ന് മാത്രമല്ല ലീഫിൽ നിന്നും നമുക്ക് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതും ഒരു ലീഫിൽ നിന്നും ഒരുപാട് പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കുറച്ചൊരു കെയറിംഗ് ഒക്കെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമാണ് പ്രൊപ്പഗേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ലീഫുകൾ, വെൽവെറ്റ് പോലെ നല്ല മൃദുവായ ടെക്സ്ചർ, അതുപോലെ തന്നെ നിറപ്പകിട്ടാർന്ന നല്ല പാറ്റേൺ, ഇതൊക്കെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത. നേരത്തെ പറഞ്ഞു ലീഫിൽ നിന്നും അതുപോലെ തണ്ടിൽ നിന്നും നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാമെന്ന്. അതുകൂടാതെ റൈസോമിൽ നിന്ന്, അതിൻ്റെ ഒരു അടിയിൽ കാണുന്ന ഒരു കിഴങ്ങ് രൂപത്തിൽ കാണുന്ന ആ ഒരു റൈസോമിൽ നിന്നും പുതിയ പ്ലാന്റ്സ് പൊട്ടി വരും. അത് മാറ്റി വെച്ചും നമുക്ക് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാം. ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ വളർത്താനാണ് ഈ റെക്സ് ബിഗോണിയ ഏറ്റവും നല്ലത് കേട്ടോ. എന്നാൽ നല്ല വെളിച്ചം വേണം, എങ്കിൽ മാത്രമാണ് ഇതിൻ്റെ ഈ കളേഴ്സ് കറക്റ്റായിട്ട്, അല്ലെങ്കിൽ അതിനൊരു മങ്ങലേൽക്കും. അത്യാവശ്യം വെളിച്ചമുള്ള ഭാഗത്താവുമ്പോഴാണ് നല്ല കളറ് ഈ ഒരു ലീഫുകൾക്ക് ലഭിക്കുകയുള്ളൂ. ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റെക്സ് ബിഗോണിയയുടെ ലീഫുകൾക്ക് പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് മതി എന്ന് പറയുന്നത്. അല്പം ഈർപ്പം തങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു പോട്ടി മിക്സാണ് വേണ്ടത്. എന്നാൽ വെള്ളം കെട്ടി നിൽക്കരുത്. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ വേരുകൾക്ക് ഡാമേജ് സംഭവിക്കും. അതുകൊണ്ട് അത്യാവശ്യം മോയ്സ്ചർ കണ്ടൻറ്റ് തങ്ങി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്ലാന്റിന് കൊടുക്കാൻ ഏറ്റവും നല്ല പോട്ടി മിക്സ് എന്ന് പറയുന്നത് കൊക്കോപീറ്റ്, അല്പം മണ്ണ്, നല്ല ഉണക്കമുള്ള ചാണകപ്പൊടി, ഈ രീതിയിലുള്ളൊരു പോട്ടി മിക്സാണ് നല്ലത്. ഓവർ വാട്ടറിങ് ആയിക്കഴിഞ്ഞാൽ റൂട്ട് റോട്ട് സംഭവിക്കാം. അതുപോലെ തന്നെ കൂടുതൽ ഡ്രൈ ആയി പോവരുത്, അതും പ്ലാന്റിന് ഡാമേജ് വരുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊരു മീഡിയം ലെവലിൽ വേണം എപ്പോഴും ഇതിൻ്റെ നനവ് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട്. നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് പോട്ടിൻ്റെ അടിയിൽ കൂടെ ഒഴുകി പോകുന്ന രീതിയിൽ തന്നെ നനവ് കൊടുക്കുക. പിന്നെ ആ ഒരു നനവ് കുറയുന്നതിനനുസരിച്ച് മാത്രം നമ്മൾ വീണ്ടും നനച്ചാൽ മതിയാകും. ഇപ്പോൾ സെയിലിനുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് നിങ്ങൾ കാണുന്നത്. നല്ല ജിഫിയിൽ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. 10 ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള 10 ഡിഫറെൻറ്റ് വെറൈറ്റീസാണ് നിങ്ങൾക്ക് ലഭിക്കുക. 10 പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 499 രൂപ. അത് കേരളത്തിൽ എവിടെയായാലും ഫ്രീ ഷിപ്പിംഗ് ആയിട്ട്, ഹോം ഡെലിവറി ആയിട്ട് നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ ലഭിക്കുന്നതായിരിക്കും. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. ആദ്യമേ പേയ്മെൻറ്റ് ചെയ്ത ശേഷം മാത്രമാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത്. ഒരു 5 to 15 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിട്ട് പ്ലാന്റ്സുകൾ അയച്ചു തരുന്നതായിരിക്കും. വെറൈറ്റീസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. മിക്സ് ആയിട്ടാണ് പ്ലാന്റ്സുകൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും 10 വെറൈറ്റീസ് ആയിരിക്കും. അത് റിപ്പീറ്റേഷൻ വരില്ല. 10 വെറൈറ്റികൾ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരിക. ലിമിറ്റഡ് സ്റ്റോക്കാണ്. അതുകൊണ്ട് ബിഗോണിയ പ്ലാന്റിൻ്റെ ഈ ഒരു ഓഫർ കാണുന്ന ഉടൻ തന്നെ പ്ലാന്റ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. നിങ്ങൾ ഈ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ഫോളോ ചെയ്യാൻ വിട്ടുപോകരുത്. കൂടാതെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ഓഫർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അൺബോക്സ് ചെയ്യുന്ന സമയത്തുള്ള വീഡിയോ എടുത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നീടുള്ള ഡാമേജ് നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അൺബോക്സ് ചെയ്യുന്ന സമയത്ത് റിക്കവറായി വരാത്ത രീതിയിലുള്ള ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ റീഫണ്ട് ചെയ്തു തരികയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാന്റ് എടുക്കുന്ന കൂടെ അയച്ചു തരികയോ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.